ഏതെങ്കിലും വ്യാജ തരീഖത്തുകാരൻ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പെട്ടുപോകരുത് കേട്ടോ. വ്യാജ തരീഖത്തുകാരനോട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇമാമിയങ്ങൾ വിശദീകരിച്ച് പറയുമ്പോ അവന് ചൂടാകുകയാണ്. അവൻ രാവിലെ പോരുമ്പോ രാത്രി പോച്ച പുതപ്പുണ്ടാവും, അതും എടുത്ത് ചുമലിട്ടിട്ട് വരികയാണ്. എന്നിട്ട് ആലിമീങ്ങളെ ചീത്ത പറയാ. കാരണം അവന് ഇമാമിങ്ങൾ പറഞ്ഞ ഒന്നും പറയാൻ പറ്റൂല. അവൻ എന്ത് വേണം, ലോകോട്ടാകെ ഈ ശൈത്താന് നടത്തുന്നതെന്ന് പറയണം. അതിന് മുസ്ലിമീങ്ങളെ കിട്ടൂലട്ടോ. മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു തന്ന വിശ്വാസത്തിൽ ഒരിഞ്ചു നീങ്ങാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. പുതിയ പുതിയ വർത്തമാനങ്ങൾ വരുമ്പോൾ അതൊന്നും ദീനാണെന്ന് മനസ്സിലാക്കി പെട്ടുപോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് റാഫിളത്ത് വാദിച്ചു. അതിനെന്താ തെളിവ് പറഞ്ഞത്? അവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ ചെയ്യാത്തൊരു പുതിയ കാര്യം ചെയ്തു. അങ്ങനെയുള്ള ഇപ്പൊ മുജാഹിദീങ്ങളും അങ്ങനെയല്ല പറയുന്നത്. നബിതങ്ങൾ ചെയ്യാത്ത പുതിയ കാര്യം ചെയ്യുന്നു, റാത്തീബ് ഓതുന്നു, മൗലിദ് ഓതുന്നു എന്നൊക്കെ പറയുന്നത്. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്നാ പറയാറ്. ഞങ്ങൾ അവരോട് ചോദിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്രസ ഉണ്ടാക്കിനോ? നബി തങ്ങളെ പള്ളിക്ക് മിനാരുണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഇന്ന് നമ്മൾ ഓതുന്ന പോലെ മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതിയിരുന്നോ? അങ്ങനെ ഒരു മുസ്ഹഫ് നബി തങ്ങളെ കാലഘട്ടത്തിൽ 2 ചട്ടയുടെ ഉള്ളിൽ ഖുർആൻ 30 ജുസുഉം ഒന്നായി എഴുതി വെച്ച ഒരു മുസ്ഹഫ് ഉണ്ടായിരുന്നോ? അപ്പൊ മുസ്ഹഫ് നോക്കി ഓതലി ഭയങ്കര തെറ്റാ. മദ്രസ ഉണ്ടാക്കല് തെറ്റാ, പള്ളിക്ക് മിനാർ വെക്കല് തെറ്റാ. നബി തങ്ങൾ ചെയ്യാത്തൊന്നും ചെയ്തൂടാ. അത് എവിടുന്ന് കിട്ടിയ മതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ നല്ലത് ചെയ്തോളൂ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. പള്ളിക്ക് മിനാരമുണ്ടായാൽ അത് പള്ളിയാണെന്ന് ദൂരെ നിന്ന് കണ്ടു മനസ്സിലാക്കി ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം കിട്ടും. ചേകനൂര് വെച്ചുപോയതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നിസ്കാരത്തിന്റെ ശേഷം ചില ഇമാമിയങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് ഉറക്കങ്ങ് പറയും ഒരു പ്രാവശ്യം, പിന്നെ പതുക്കെ. അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെ ഒറ്റ കിതാബിലും ഇല്ല, ഉറക്ക ഒരു പ്രാവശ്യം പറയണം, അങ്ങനെ കിതാബിലും. ഇവിടെ ചങ്ങാതിയെ അത് ഉറക്ക് തൂക്കുന്ന ചില ആൾക്കാരുണ്ടാവും. നിസ്കാരവും കഴിഞ്ഞിട്ട് അവരെ ഉറക്ക് തെളിഞ്ഞിട്ട് ചെല്ലട്ടെ വിചാരിച്ച് പറയല്ലേ. ഇത് കേട്ടാ എല്ലാവരും ചെല്ലാൻ തുടങ്ങും. അതിനെന്താ കുഴപ്പോ? ചില പള്ളിയിലുണ്ടാവും എഴുതി വെച്ചിട്ട് നവൈത്തുൽ ഇത്തിഖാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല, ചുമരിന്റെ മോളിൽ. അത് ചുമര് നിയ്യത്ത് ചെയ്യുന്നതാ അല്ല, അത് കണ്ടിട്ട് നിയ്യത്ത് ചെയ്യട്ടെ വെച്ചിട്ടാ. അപ്പൊ അത് തെറ്റാന്ന് പറയാൻ പറ്റും? അതൊക്കെ ജനങ്ങളെ നല്ല കാര്യത്തിൽ സഹായിക്കലല്ലേ. ഇതുപോലെ ഹബീബ് നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞു പോയാൽ അത് മുജാഹിദിനും ജമാഅത്തുകാർക്കൊന്നും പറ്റൂല. കാരണം അവരെ വിശ്വാസം അല്ലാഹുവിന്റെ റസൂൽ പിഴച്ചുപോയ ആളാണ് എന്നാണ്. ഞാനിത് വെറുതെ ആരോപണം പറയാണെന്ന് വിചാരിക്കരുത്. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. ഈ അൽമനാർ 2010 ജൂലൈയിലെ അൽമനാറിൽ അതാ അമ്പിയാക്കളെ സംബന്ധിച്ച് മുഴുവനും പറയുന്നത് കടുത്ത തോന്നിവാസമാണ്. ഖുർആനിലുണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, പടച്ചവന്റെ ഖുർആൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. ഇവരെഴുതിയതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിലില്ല. എനിക്കാണോ? മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ മൂസാ നബി ഒരു തെറ്റുകാരൻ. ഇനി ഇതിൽ വേറെ സ്ഥലത്ത് മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വചനങ്ങളിൽ നിന്ന് വ്യക്തമാവല, വല്ലാത്ത വ്യക്തമാവല വചനങ്ങളിൽ. അപ്പൊ നൂഹ് നബിയും തെറ്റി. ആദം നബിയോ? ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കി പറയുന്നു. ആദം നബിയും അല്ലാഹുവിനെ അനുസരിച്ചില്ല. ആളുകളെ ചതിക്കുകയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് പഴം പറിക്കണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തുനിന്ന് അത് പറിച്ചില്ലേ? അത് അനുസരണക്കേടാ. എന്തിനാണ് മനുഷ്യ അനുസരണക്കേട് എന്ന് പറയാ? ഒരു ഡോക്ടർ പറഞ്ഞ് രാത്രി ഒരു ഗുളിക കഴിക്കണം, അയാളോട് മറന്നുപോയി. എന്നാ ആ ഡോക്ടർ അനുസരിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളെന്താ പറയാ? മറന്നുപോയി. മൂസാ നബി അലൈഹി ഇസ്ലാമും അതുപോലെ യൂശ നബി അലൈഹി ഇസ്ലാമും കൂടി ഇങ്ങനെ പോകുമ്പോ
മത്സ്യം തുള്ളിപ്പോയ സംഗതി എന്നോട് പറയാൻ മറന്നുപോയി. അനുസരണക്കാടൻ തന്നെ മൂസാ നബി മറന്നുപോയത് സാധാരണല്ലേ? ആദം നബി ഇസ്ലാം പഴം പറിച്ചതിന്റെ കാരണം എന്താന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഫനസിയ, ആദം നബി മറന്നുപോയി. ഖുർആൻ അല്ലേ അത്? ആദം നബി മറന്നുപോയി, മറന്നിട്ട് പറിച്ചുപോയി. അതെങ്ങനെ അനുസരണക്കേടാകുക? പക്ഷേ അമ്പിയാക്കളെ മുഴുവനും തെറി പറയുകയാണ്. അതേ മുജാഹിദിന്റെ അൽമനാർ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുന്നോളി. റസൂലുള്ളാഹിനെ പറ്റി എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ നയങ്ങളിലും വീക്ഷണങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. താനൂരിലും പരിസരങ്ങളിലും മുജാഹിദിന്റെ മൗലവിമാരെ വിശ്വസിച്ച് സ്വർഗത്ത് കടക്കാമെന്ന് വിചാരിച്ച് പെട്ടുപോയ സാധാരണക്കാരുണ്ടെങ്കിൽ താഴ്മയോടെ പറയട്ടെ, നിങ്ങൾ കയറിയ വണ്ടി മാറിപ്പോയി കേട്ടോ. ആ വണ്ടി സ്വർഗത്തിലെത്തൂല, അത് പോകുന്നത് നരകത്തിലേക്കാണ്. നബിതങ്ങൾ പിഴച്ചു എന്ന് പറയുന്ന ഒരു കക്ഷി സ്വർഗത്തിലെത്തലെങ്ങിനെ? അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ എന്ന് നബിതങ്ങൾ പറഞ്ഞില്ലേ? ആ നബിതങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറയുന്നവൻ സ്വർഗത്തിലെത്തലെങ്ങിനെ? ഇനിയോ അല്ലാഹു നബിയെ ആക്ഷേപിച്ചു എന്നാ പറയുന്നത്. നബിയെ ആക്ഷേപിച്ചത് അല്ലാഹു അല്ല, നബിയെ ആക്ഷേപിച്ചതൊന്ന് അബൂജഹലാണ്, ഒന്ന് അബൂലഹബാണ്, ഒന്ന് ഉത്ബത്താണ്, ഒന്ന് ശൈബത്താണ്, ഒന്ന് മുജാഹിദ് മൗലവിയാണ്, ഒന്ന് ജമാഅത്ത് മൗലവിയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചിട്ടില്ല. അല്ലാഹു ഖുർആനിലുടനീളം അവന്റെ ഹബീബിന്റെ ബഹുമാനമാ പറഞ്ഞത്. ആ ഹബീബിനോട് റെക്കമെൻഡ് തേടാനാ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. ആ ഹബീബിനോട് പറഞ്ഞതോ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഓ നബിയേ, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെ ദോഷം പൊറുക്കാൻ വേണ്ടി. അതിൽ ലിദംബിക എന്നതിന്റെ ഒരു തഫ്സീറാണ് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ വേണ്ടി. വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. മറ്റുള്ളവരെ ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ് എന്നാണ് ഖുർആൻ നബിതങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ ഖുർആൻ അതാ മുസ്ലിമീങ്ങളോട് പറയുന്നത്, നിങ്ങളെ തെറ്റ് പൊറുത്ത് കിട്ടണോ? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്തു പോയവർ ഓ നബിയെ തങ്ങളെ സമീപിക്കട്ടെ. അള്ളാഹിനോട് തെറ്റ് ചെയ്താൽ അവൻ റസൂലുള്ളാഹിനെ സമീപിക്കണം എന്ന് ഖുർആൻ. തങ്ങളെടുക്കൽ വരട്ടെ. എന്നിട്ടോ തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് അവരല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. വീട്ടിൽ നിന്ന് ചോദിക്കട്ടെ എന്നല്ല പറഞ്ഞത്, നബി തങ്ങൾ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കതീർ പറയാണ്, വയസ്അലു വയസ്തഗ്ഫിറ ലഹും, അവരെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കാൻ വേണ്ടി ഓ നബിയേ തങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയണേ, റെക്കമെൻഡ് ചെയ്യണേ എന്ന് അതാ നബിയോട് അവരെ ആവശ്യപ്പെടട്ടെ.
അങ്ങനെ വന്നാൽ എന്നിട്ട് അള്ളാന്റെ റസൂല് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ആയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, പടച്ചവൻ അവരെ ദോഷം പുറത്തു കൊടുക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അതാ പിഴച്ചാട് നല്ല ഉറുകാൻ പറഞ്ഞത്. അള്ളാന്റെ റസൂലിനെ അള്ളാഹ് ആക്ഷേപിക്കല്ലേ ചെയ്തത്. ദോഷം ചെയ്തു പോയ ദോഷമൊക്കെ പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ മറ്റുള്ളവരെ ദോഷം പൊറുക്കാൻ ശുപാർശ പറയേണ്ട നേതാവാണ് തങ്ങൾ. അങ്ങനെ നബിയോട് റെക്കമെൻഡ് തേടണം. ഇങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇനിയൊരു മുജാഹിദ് ഞാൻ എന്റെ പടച്ചവനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയും, എനിക്ക് മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാലോ? അപ്പറയുന്നവനെ പറ്റി ഖുർആൻ പറയാണ്. എവിടെ? ഖുർആനിലെ 3 സൂറത്ത്. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്. മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂൻ, അബൂജഹൽ അടക്കമുള്ള കുഫാറിലെ അവിശ്വാസികളെ ലക്ഷണം പറയുന്ന സൂറത്ത്. മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖൂൻ. അത് രണ്ടുമല്ല. പച്ചയായി അബൂജഹലിനെ പോലെ ഞാൻ അവിശ്വാസിയാണ് എന്ന് പറയൂല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് മുനാഫിഖീങ്ങൾ എന്ന് പറയുന്നത്. ആ കക്ഷികളെ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത്. അങ്ങനെ 3 സൂറത്ത് ഖുർആനിലെ പ്രത്യേകം. ആ സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹ് പറയുന്നു, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. ആ മുനാഫിഖീങ്ങളെ വിളിച്ചാൽ വരൂ അല്ലാഹുവിന്റെ റസൂലിനോട് റെക്കമെൻഡ് തേടാൻ വരൂ. നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യും. നബിതങ്ങളോട് ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ വരൂ. നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യും. അതിന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവര് തലയങ്ങ് തിരിച്ചു കളയും. അവര് പിരിഞ്ഞു പോകുന്നത് കാണാം, തിരിഞ്ഞു പോകുന്നത് കാണാം. അവര് കിബറന്മാരാണ് നബിയേ. ഞങ്ങൾ പടച്ചവനോട് തെറ്റിയതെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറയും, നബീനോട് പറഞ്ഞിട്ട് പൊറുക്കേണ്ടതില്ല എന്ന കിബറന്മാരാണ് നബിയേ. ആ കിബറന്മാർക്ക് അല്ലാഹ് പൊറുക്കൂല നബിയേ. തങ്ങളെ കാരുണ്യം കൊണ്ട് അവരെ ദോഷം പൊറുക്കാൻ എന്നോട് പറഞ്ഞാൽ പോലും പറഞ്ഞില്ലെങ്കിൽ പോലും ആ കിബറന്മാരുണ്ടല്ലോ, എന്റെ ഹബീബായ നബിയുടെ മഹത്വം അംഗീകരിക്കാത്തവർ, ആ മുഹമ്മദ് നബി റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കാത്തവർ, അല്ലാഹ് അവർക്ക് പൊറുക്കൂല നബിയേ. സുഹൃത്തുക്കളെ, അപ്പൊ നബിതങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് അങ്ങനെ. അവിടെയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വലൗ അന്നഹും യളമു എന്ന ആയത്തിന്റെ തഫ്സീറിൽ അത് വിശദീകരിച്ചു. ഇദാ ജാഊഹു, നബിയുടെ സമീപത്ത് അവർ വന്നാൽ, ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്റമഹു ബിവഹീഹി വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നാൽ അത് അല്ലാഹ് പറഞ്ഞേച്ച ആളെടുക്കലാ വരുന്നത്. അല്ലാഹു വഹീ കൊടുത്ത് ബഹുമാനിച്ച ആളെടുക്കലാണ് വരുന്നത്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെയും പടപ്പുകളുടെയും പടച്ചവന്റെയും ഇടക്ക് അല്ലാഹ് വെച്ച മധ്യവർത്തിയുടെ, അല്ലാഹു തആല വെച്ച മധ്യവർത്തിയുടെ അടുക്കലാണ് വരുന്നത്. മധ്യവർത്തി വേണ്ട എന്ന് പറയുന്നവരില്ലേ, അവർ അള്ളാഹിനെ അനുസരിച്ചവരാവൂല, അള്ളാഹിനെ സ്വീകരിച്ചവരാവൂല, ഖുർആൻ സ്വീകരിച്ചവരാവൂല. ഓ സുഹൃത്തുക്കളെ, നബിതങ്ങളെ ആക്ഷേപിക്കുന്ന ഈ കക്ഷികൾക്ക് നബിതങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു പിഴച്ചുപോയി എന്ന് റാഫിളത്ത് പറഞ്ഞു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ കാരണം പറയുന്നു ഫത്ഹുൽ ബാരിയിൽ. എന്താണ് കാരണം? സിദ്ദീഖ് റളിയല്ലാഹു നബിതങ്ങൾ ചെയ്തു കാണിക്കാത്തൊരു കാര്യം ചെയ്തു. അതെന്താണ്? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി പൂർണ്ണമായി എഴുതി വെച്ചു. നബിതങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിതങ്ങൾ ചെയ്യാത്തൊരു നല്ല കാര്യം ചെയ്തത് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ പിഴച്ചു എന്ന് റാഫിളത്ത് വിധി എഴുതി.
എന്നാൽ അത് ചെയ്യുന്ന കാലത്ത് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയും മഹാനവറുകൾ അതിന് മറുപടി പറയുകയും അത് സർവ്വ സഹാബികളും അംഗീകരിക്കുകയും ചെയ്തതാണ്. കൈഫ നഫ്അലു മാ ലം യഫൽഹു റസൂലുള്ളാഹി, റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉമറേ? അപ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, ഇത് ഖൈറായ കാര്യമാണ്, വല്ലാഹി ഖൈറാണ്. ഖൈറായ കാര്യം നബിതങ്ങൾ ചെയ്തു കാണിക്കണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചതല്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ഒരണുമണി തൂക്കം ഖൈറായത് ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, വല്ല ഖൈറും ചെയ്താ പടച്ചവന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതേ വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ഖൈറായത് ചെയ്തോളൂ, നിങ്ങൾ വിജയിക്കും. അപ്പൊ ഖൈറായത് നബിതങ്ങൾ ചെയ്തു കാണിക്കണം എന്നില്ല. നബിതങ്ങൾ ബുഖാരി പോലത്തെ ഒരു ഹദീസിന്റെ കിതാബ് എഴുതിയോ? ഇല്ല. ബുഖാരി വിട്ടുകളാണോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാഫി ഇമാം പോലെ കിതാബ് റിസാലയോ കിതാബുൽ ഉമ്മോ എഴുതിയിരുന്നു? ഇല്ല. അതുകൊണ്ട് കിതാബിന്റെ ചുട്ടുകളാണോ എന്ന് ആർക്കും പറഞ്ഞോ? ഇല്ല. നബിതങ്ങൾ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ആര് പറഞ്ഞു? അത് എവിടുന്ന് കിട്ടിയതാണ്? ഇബ്ലീസിന്റെ വഹിയല്ലേ അത്? അള്ളാന്റെ വഹിയിൽ അങ്ങനെ ഇല്ലല്ലോ, നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ മുജാഹിദ് മൗലവിമാർക്ക് വഹി വരുന്നത് ഇബ്ലീസിന്റെ വഹിയാണ്. നല്ല കാര്യങ്ങളൊന്നും നബിതങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്തുകൂടാ. അത് അവർക്ക് ആ വഹി ഇട്ടുകൊടുത്ത കക്ഷികളാണ് റാഫിളത്ത്, സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി, ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന കക്ഷികൾ. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചതിന് വേറൊരു കാരണം കൂടി പറഞ്ഞു റാഫിള്. എന്താണ്? 20 റക്അത്ത് തറാവീഹ് റമദാനിൽ എല്ലാ രാത്രിയും നിസ്കരിക്കാൻ ഓർഡറാക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ അതിൽ പങ്കെടുക്കുകയും അങ്ങനെ 20 റക്അത്ത് വിത്റും 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും സഹാബത്ത് ഒന്നടങ്കം നിസ്കരിച്ചു. അത് സഹീഹായ ഹദീസിൽ വന്നതാണെന്ന് ഇമാം നവവിയും ഇമാം സുയൂത്തിയും എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, 4 ഇമാമിങ്ങളും പറഞ്ഞു തറാവീഹ് 20 ഉണ്ട്. ഒരു വിവരമില്ലാത്ത മൗലവി പറഞ്ഞു, ചേക്കൂട്ടി മൗലവി എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ ഭാഷയിൽ ശൈഖ് മുഹമ്മദ് മൗലവി. അയാൾ കക്കാട്ടുകാരനാ. ഞാൻ ഇന്നലെ കക്കാട് അടുത്ത് കൊടിയത്തൂർ പ്രസംഗിച്ച നാട്ടുകാരോട് ചോദിച്ച അയാളുടെ പേര് ചേക്കൂട്ടി മൗലവി. ആ ചേക്കൂട്ടി മൗലവി പറഞ്ഞു അദ്ദേഹത്തിന്റെ തറാവീഹ് എന്ന പുസ്തകത്തിൽ തറാവീഹ് 20 നിസ്കരിക്കാൻ പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബിന് പിഴച്ചോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചു എന്ന് ആര് പറഞ്ഞതാ? അത് റാഫിളത്ത് എന്ന് പറഞ്ഞ ഈ കക്ഷികൾ പറഞ്ഞതാ. റാഫിളത്ത് അങ്ങനെ പറയുന്നത് എവിടെയുള്ളത്? ഇമാം സർഖസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മബ്സൂത്ത് നോക്കിയാൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് റാഫിളത്ത് വാദിച്ചു. എന്തിന്? തറാവീഹ് നിസ്കാരം പുനഃസംഘടിപ്പിച്ച വകയിൽ. ആ റാഫിളത്തിനെ പിന്തുടർന്നു ഇവിടുത്തെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. അവര് അഹ്ലുസുന്നയെ സഹാബത്തിനെ പിന്തുടർന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരാണ് സായിബ് ഇബ്നു യസീദ്? നബി തങ്ങളുടെ കൂടെ 7ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ സഹാബിയാണ്. മഹാനവർകൾ പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് നടപ്പാക്കി ജുമഅക്ക്. ഫസബത്തൽ അംറു അലാ ദാലിക, അങ്ങനെ ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ബുഖാരിയിലെ 916 നമ്പർ ഹദീസാണ്. മൗലവിമാരെന്ന് പറഞ്ഞു അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടൊന്നുമില്ല, അത് ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പേച്ച ആശയമാണ്. നമ്മളെ പള്ളിയിൽ ഇരുവ് ഉണ്ടാവൂല. നിങ്ങളെ വഴി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം പടച്ചവന് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞ കക്ഷികളല്ലേ നിങ്ങളെ തുറന്നു കേൾക്കാൻ പറ്റും. ഇന്നത്തെ തറാവീഹ് എല്ലാം ബാത്തിലാക്കിയ കൂട്ടരല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച ചെയ്ത തെറ്റ് പുറത്തു കിട്ടേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചത്തെ ഏറ്റവും വലിയ അമൽ ജുമാ നിസ്കാരം, അതും ബാത്തിലാക്കി. അതെങ്ങനെ ബാത്തിലാക്കിയത്? അതിന്റെ ഭാഷാക്ക് മാറ്റി കളഞ്ഞു. അതിന്റെ ഭാഷ മാറ്റി ആർക്കാണ് അധികാരം? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു സംഗതി മാറ്റാൻ ആർക്കാണ് ഇവിടെ അധികാരം? 800 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുത്ബ അറബിയിൽ അല്ലെങ്കിൽ ജുമഅ സഹീഹ് അല്ല ബാത്തിലാണ്.
ജുമുഅ ബാത്തിലാണ്, ഖുത്ബ ബാത്തിലാണ്. ഖുത്ബ അറബിയിലാകണം. എന്താ തെളിവ്? അതൊരു ഫർളായ ദിക്റല്ലേ, അല്ലാഹു അക്ബർ തഹിയ്യാത്തു ദിക്റല്ലേ. അതുകൊണ്ട് നമ്മൾ വേറെ ഭാഷയിലാക്കൽ ഇല്ലല്ലോ. ഖുർആൻ പറഞ്ഞത് ഫസൗഇല ദിക്റില്ലാഹി എന്നല്ലേ ഖുത്ബനെ പറ്റി പറഞ്ഞത്. അത് ദിക്റല്ലേ. ദിക്റുണ്ടോ മാറ്റൽ? നിങ്ങൾ ആരോ കേട്ടിനോ? ദിക്ർ വേറെ ഒരു ഭാഷയെ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് പകരം ഒരാൾ കുത്തിട്ട് അല്ലാഹ് ആരാധ്യനില്ല, അല്ലാഹ് ആരാധ്യൻ. ഇങ്ങനെ ആരോ ദിക്റല്ലേ? ബാങ്ക് ഒരു ദിക്റല്ലേ? ആ ബാങ്ക് അതിന്റെ അർത്ഥം എന്താ? അദാൻ, അറിയിപ്പ് എന്നല്ലേ നേരെ അർത്ഥം? അറിയിപ്പല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അയ്യാര സ്വലാത്ത് പറയുന്നതിന് പകരം നിസ്കരിക്കാൻ വരീനോ എന്ന് വിളിച്ചറിയാം. എന്തേ മുജാഹിദീങ്ങൾ അങ്ങനെ ചെയ്യാത്ത? ദിക്റുണ്ടോ ഭാഷ മാറ്റല്? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ദിക്റാണ് ഒന്ന്. രണ്ടാമത്തത് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ധിക്കരിക്കാൻ പറ്റുമോ മുസ്ലിമിന്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ. അവിടുന്ന് അറബി ഭാഷയിൽ മാത്രം ഖുത്ബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമുഅ നിസ്കരിച്ചത്. അതുകൊണ്ട് ഖുത്ബ അറബിയിൽ അല്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ്. നബി ഇമാം റളിയല്ലാഹു അൻഹു 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ്. ഒരൊറ്റ സഹാബിയും ഒരു ഇമാമും ഒരു പണ്ഡിതനും നബിതങ്ങളെ കാലം മുതൽക്ക് 1300 കൊല്ലം വരെ ലോകത്തൊരു പള്ളിയിലും ഒരു രാഷ്ട്രത്തിലും അറബിയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ പുതിയകാവ് എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ മർക്കസ് പഠിക്കുന്ന കാലത്ത് അവിടെ പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ഒരു ചർച്ച, ഖുത്ബ മലയാളത്തിലാക്കണമെന്നൊരു കൂട്ടര് ജമാഅത്ത് ഇസ്ലാമികാരാ. അപ്പോ ഏകദേശം തീരുമാനിക്കാൻ പോകുമ്പോ ഒരു വയസ്സായ ഒരാള് അയാൾ എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അത് ആലിമീങ്ങളുമായിട്ട് ചർച്ച നടക്കണമെന്ന്. അങ്ങനെ ഒരു സുന്നിയെങ്കിലുണ്ടായ ഒരു പള്ളി ഒരു മഹലും രക്ഷപ്പെടും. അപ്പൊ പിന്നെ അങ്ങനെ ആട്ടെ ചർച്ച വെച്ചു, വാദപ്രതിവാദം വെച്ചു. ആ വാദപ്രതിവാദത്തിന് ശൈഖുനാ സുൽത്താനുൽ ഉലമ പോകുമ്പോ ഞാനും കൂടെ പോയി. ഞങ്ങൾ കുറെ ആൾ, ഞാനുണ്ട്, ഊരകം സഖാഫി, അങ്ങനെ ഞങ്ങൾ കുറെ ആൾ ഞങ്ങളവിടെ പോയി. ഞാൻ കിതാബ് എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഉസ്താദ് ഒരൊറ്റ ചോദ്യം, മൗലവിയോ 1200 കൊല്ലം നബിതങ്ങളുടെ കാലം മുതൽ 1200 കൊല്ലം ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയതായി ഒരു ചരിത്രരേഖ തെളിയിക്കാമോ? അതിന് മൗലവിന്റെ മറുപടി 1200 കൊല്ലം കൊള്ളിക്കിഴങ്ങ് മരച്ചീനി ആരും തിന്നിട്ടില്ലാതെ മനസ്സിലാക്കി ഇനി തിന്നുകൂടാന്നുണ്ടോ? ഇവിടെ എന്താ പറയാ? മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് എന്താ പറയാ? ഇവിടെ പൂളാന്നാ പറയാ. അത് ചില സ്ഥലത്ത് പറഞ്ഞ കുഴപ്പമാവും. അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് 1200 കൊല്ലം എവിടെയും തിന്നിട്ടില്ലാന്ന് വിചാരിച്ച് തിന്നാൻ പറ്റൂലേ എന്ന് മൗലവിന്റെ തിരിച്ചുള്ള ചോദ്യം. അപ്പൊ അത് കേട്ടപ്പോ അവിടുത്തെ മഹലിലുള്ള ജനങ്ങൾ പറഞ്ഞു, നമ്മളെ ഖുത്ബ ഏതായാലും മരച്ചീനി പോലെയല്ല, കൊള്ളിക്കിഴങ്ങ് പോലെയല്ല. കാരണം കൊള്ളിക്കിഴങ്ങ് ചിലപ്പോൾ ഗ്യാസ് ട്രബിളുള്ളവർക്ക് പറ്റൂല, നമുക്കിത് എല്ലാവർക്കും വേണ്ടതാ. മറ്റൊന്ന് കൊള്ളിക്കിഴങ്ങ് ആണും പെണ്ണും തിന്നുന്ന ഒരു സാധന. ഒരു ഖുത്ബ ഇന്ന് വരെ അത് പുരുഷനല്ലാതെ പെണ്ണോതിയതായിട്ട് അറിയില്ല. അതേപോലെ മരച്ചീനി അത് തിന്നണമെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ആണോന്നില്ല, ഏത് സമയത്തും ഏത് ദിവസവും പറ്റും. വെള്ളിയാഴ്ച ആണോന്നില്ല. മരച്ചീനി അത് തിന്നെങ്കിൽ ഒതു വേണോന്നില്ല, അത് ഹാഫ് ട്രൗസർ കുടിച്ചിട്ടും പറ്റും. അദ്ദേഹത്ത് ഖുത്ബ ശരിയാവൂല, ജനാപത്ത് കുളിക്കാണ്ടും പറ്റും മരച്ചീനി തിന്നല്. അങ്ങനെ തുടങ്ങി മരച്ചീനി പോലത്തെ ഒരു ഖുത്ബയാണ് ഇവരതെങ്കിൽ നമ്മക്കത് വേണ്ട, നമ്മക്ക് അറബി തന്നെ ഖുത്ബ വേണോന്ന് കമ്മിറ്റി ജനറൽ ബോഡി ചേർന്ന് തീരുമാനിച്ച് അൽഹംദുലില്ലാ ഇപ്പോഴും അവിടെ അറബി തന്നെ ഖുത്ബ. അപ്പൊ മൗലവിമാർക്ക് ഇത് മരച്ചീനി പോലെയാണ് ഖുത്ബ. നമുക്ക് അങ്ങനല്ല, നമുക്കത് അല്ലാഹുവിന്റെ ദിക്റാണ്. ഖുർആൻ പറഞ്ഞ ദിക്റാ. ഖുർആൻ വിട്ടിട്ടൊരു ഇസ്ലാമില്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് വിട്ടിട്ടൊരു ഇസ്ലാമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആനും സുന്നത്തും അംഗീകരിച്ച് ജീവിക്കുന്നവരാ. അതനുസരിച്ചാണ് സഹാബത്തിന്റെ ജീവിതം, അതനുസരിച്ചാണ് ഇവിടെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചു. അത് വിട്ടുകൊണ്ട് ഒരു മതം പുതുതായിട്ടൊരാൾ ഉണ്ടാക്കണ്ട.
ഉണ്ടാക്കിയാൽ ചെലവാക്കാൻ സമ്മതിക്കൂല. ഓ സുഹൃത്തുക്കളെ, മുജാഹിദിന്റെ വേറൊരു അൽമനാർ ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് അള്ളാഹുവിന് 2 കൈയുണ്ട്, പക്ഷെ 2 ബലത്താണ്, എടുത്തില്ല. അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അങ്ങനെ അള്ളാഹു 2 കൈയുണ്ട്, അത് തന്നെ 2ഉം ബലത്ത്. ഇന്നാലില്ല, അള്ളാഹുവിന് അവയവങ്ങളില്ല, അവയവങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതെ, അത് വഹ്ദാനിയത്തുന്ന സുഖത്തിനെതിരാ. അള്ളാഹ് ഏകത്വമുള്ളവനാ, കൂടിച്ചേർന്നുള്ളവനല്ല. ഓ സുഹൃത്തുക്കളെ, എന്നാൽ ഇത് 2009 ജനുവരിയിലെ അൽമനാർ മുജാഹിദിന്റെ മുഖപത്രമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. 2007 അള്ളാഹ്ക്ക് ഇടത്തെ കൈയില്ല, 2009 അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 അല്ലാഹു തആലാക്ക് ഇടത്തെ കൈയില്ല, 2009 അല്ലാഹുക്ക് ഇടത്തെ കൈയുണ്ട്. ഇവരല്ലേ ഇവിടെ യുക്തിവാദിയെ ഉണ്ടാക്കിയത്? ഇവരല്ലേ ഇവിടെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെ പടച്ചു വിട്ടത്? ഒക്കെ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ സേവനമല്ലേ? ഓ മുസ്ലിമീങ്ങളെ, ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളണം. ചിലർക്ക് സുബ്ഹാനല്ലാഹ് അതെന്താ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമല്ലേ ചിലരാണ്. എന്ത് ശാഖാപരം? ഇത് ശാഖാപര. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട്, ശാഖാപര. അള്ളാഹുവിന് മുന്നും പിന്നുണ്ട് തന്നെ ശാഖാപര. ഇന്നാലില്ല, അള്ളാഹിന്റെ റസൂല് പിഴച്ചു പോയി തന്നെ ശാഖാപര. ഇനി എന്ത് ആണ് വേണ്ടത്? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വെറുതെയല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുത്തൻവാദികളെ സംബന്ധിച്ച് പറയുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, മൻ ഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, അല്ലെങ്കിൽ വല്ല പുത്തൻവാദിയെയും ചേർത്ത് പിടിച്ചാൽ, പുത്തൻവാദിയാകുകയും ചെയ്യരുത്, പുത്തൻവാദിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യരുത്. പുത്തൻവാദിയെ ചേർത്ത് പിടിച്ച് അവന്റെ സമ്മേളനം പോയിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത്, അവന്റെ പുസ്തകം പോയിട്ട് പ്രകാശനം ചെയ്തു കൊടുത്ത്, ഒക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഉണ്ടായാൽ, ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ നല്ല ജനങ്ങളുടെയും ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരൊറ്റ ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് ഒരു വ്യാജ ത്വരീഖത്തുകാരൻ, ഒരു സലഫിയെയും, ഒരു ജമാഅത്തുകാരനെയും, ഒരു തബ്ലീഗ് ജമാഅത്തുകാരനെയും, ഒരു പുത്തൻവാദിയെയും നമ്മൾ അംഗീകരിക്കരുത്, ചേർത്ത് പിടിക്കരുത്, അവനൊത്താശ ചെയ്യരുത്, അവന്റെ പരിപാടിക്ക് സഹായിക്കരുത്, അവനുമായി ബന്ധപ്പെടരുത്. ആ ബന്ധം അതേ ലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ, അക്രമം ചെയ്തവരാണവർ, പടച്ചവനെ കുറിച്ച് അതാ തെറ്റായ വിശ്വാസം പഠിപ്പിച്ചവർ, നബിതങ്ങളെ കുറിച്ച് തെറ്റായ വിശ്വാസം പഠിപ്പിച്ചവർ, പടച്ചവന്റെ ദീന് അട്ടിമറിച്ചവർ, അങ്ങനെ എല്ലാ അക്രമവും ചെയ്ത ഈ കക്ഷികളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുതേ. നിങ്ങളെ നരകം സ്പർശിക്കും കേട്ടോ. ആ താക്കീദിനെ സംബന്ധിച്ച് സർവ്വ മുസ്ലിമീങ്ങൾക്കും നല്ല ബോധമുണ്ടാകണം. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളെ ഹിദായത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ പിഴച്ച കക്ഷികളിലോ പിഴച്ചവർക്ക് വശാന പാടുന്നവരിലോ പെടുത്തരുതേ അല്ലാഹ്. ഓ മന്യ മുസ്ലിം സഹോദരന്മാരെ, ലോകമൊട്ടാകെ സൃഷ്ടിച്ചവൻ അല്ലാഹ്, ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹ് അല്ലേ? യുദബ്ബിറുൽ അംർ, സർവ്വ വിഷയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജലഅനി സബിഹി വന്നവീരി.
ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു പാടുകയാണ്, സൃഷ്ടാവ് അല്ലാഹ്, പടച്ചവൻ അല്ലാഹ്, എല്ലാം പൂർണ്ണമായും സ്വതന്ത്രമായും നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. വേറെ ആർക്കും ഇവിടെ പടച്ചവൻ ആയിട്ട് ആരും ഇല്ല, നിയന്ത്രിക്കുന്നവരും ഇല്ല. അല്ലാഹു മാത്രമാണ് സർവസ്വവും നിയന്ത്രിക്കുന്നവൻ. എന്നാ പിന്നെ ഞാനിവിടെ വരുമ്പോ എന്റെ വണ്ടി നിയന്ത്രിച്ച് ഡ്രൈവറാണ് എന്ന് പറയുമ്പോഴേക്ക് പറഞ്ഞോ കാഫറാന്ന് പറയാൻ പറ്റുമോ? അതില്ല. അതേപോലെ വേറൊരാള് പറഞ്ഞു അതെ പ്ലെയിന് നിയന്ത്രിച്ചത് പൈലറ്റാണ് എന്ന് പറഞ്ഞു, അപ്പം കാഫറാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെ വേറൊരുത്തൻ പറഞ്ഞു ലോകത്താകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്, എന്നാൽ അത് കാഫറാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് നോക്കണ്ടേ? ലോകത്താകെ നിയന്ത്രിക്കുന്ന അമേരിക്ക ആണ് എന്നാണ് എന്റെ അർത്ഥം. ഒട്ടാകെ എന്ന ഉദ്ദേശം തന്നെ ഇല്ല പറഞ്ഞില്ല. പിന്നെന്താ എന്റെ അർത്ഥം? ചില വിഷയങ്ങളിലൊക്കെ അമേരിക്ക ഇടപെടുന്നുണ്ട്, ചില വിഷയങ്ങളിൽ അമേരിക്കന്റെ തസറുഫ് ഇടപെടലുണ്ട് എന്നതിന്റെ അർത്ഥം. അല്ലാതെ ലോകത്തൊക്കെ നിയന്ത്രിക്കുന്ന അമേരിക്ക, ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്ന അമേരിക്ക ചിലപ്പോൾ അധ്യക്ഷനാണെന്ന് പറയാം. അപ്പോ അധ്യക്ഷനാന്ന് പറയുമ്പോൾ കാഫിറാവോ? ഇല്ല. അതേപോലെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, പൈലറ്റാണ് പ്ലെയിന് നിയന്ത്രിക്കുന്നത്. എങ്ങനെ പിന്നെ കൊറോണ കാലത്ത് നമ്മുടെ എയർപോർട്ടിൽ അതേ വിമാനാപകടമുണ്ടായത്, അതേ പൈലറ്റിന്റെ മേലെ വേറൊരു നിയന്ത്രിക്കുന്നവനുണ്ട്, ഡ്രൈവറുടെ മേലെയുണ്ട്, അധ്യക്ഷന്റെ മേലെയുണ്ട്, അമേരിക്കയുടെ മേലെയുണ്ട്. എല്ലാറ്റിന്റെയും അതാ മുഴുവനത്തിന്റെയും മുഴുവൻ ആളുകളുടെയും എല്ലാ നിയന്ത്രണങ്ങളെയും നിയന്ത്രിക്കുന്ന റബ്ബുണ്ട്. അവന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരാൾക്കും ഒരു നിയന്ത്രണവും ഇല്ല. ശരിക്കും പഠിച്ചുക്കണം സുന്നത്തി മാത്തിന്റെ ആശയം. ചിലപ്പോ മൗലവി വന്നിട്ട് കിളിപ്പിടും, അപ്പൊ പെട്ടുപോണ്ട. കിളിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പുറം ഇപ്പുറം കാട്ടതാ, അത് കേട്ടിട്ട് പെട്ടുപോണ്ട. ഏതെങ്കിലും ഒരു മുസ്ലിം സുബ്ഹാനല്ലാഹ് മുഹമ്മദ് നബി തങ്ങൾ നിയന്ത്രിക്കുന്നു, ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു, ആ മുസ്ലിം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താന്ന് അയാളോട് ചോദിച്ചുകണ്ടേ? അയാളെ പിടിച്ച് കാഫറാക്കല. അയാളാ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മലക്കുകളാണ്, അല്ല ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം എന്താണ്? ലോകത്ത് ചില വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നാണ്. മുജാഹിദിന്റെ അൽമനാറിലുണ്ട്, മുജാഹിദിന്റെ പരിഭാഷയിലുണ്ട്. നിങ്ങൾ അടുത്തല്ലേ ആ മദീനി എന്ന് പറഞ്ഞ ചങ്ങാതി ഉണ്ട്, ആ മദീനി എഴുതിയ പരിഭാഷയിലുണ്ട് എന്ത്? ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നത് മലക്കുകളാണ് നിയന്ത്രിക്കുന്ന അള്ളയല്ലേ. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പറഞ്ഞ മോശം തെറ്റാണെന്ന് നമ്മൾ അറിയില്ലട്ടോ. മുജാഹിദ് വേറെ കുറെ തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടല്ല പറയുന്നത്. അത് മലക്കുകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് അതാ ഇമാം റാസി തഫ്സീറുൽ കബീറിൽ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട് മലക്കുകളാണ് നിയന്ത്രിക്കുക. അതിന്റെ അർത്ഥം എന്താ? ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളയാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ലോകത്ത് പല വിഷയങ്ങളിലും മലക്കുകൾ ഇടപെടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതെ, മീകായിൽ അലൈഹിസ്സലാം മഴയുടെ വിഷയത്തിൽ ഇടപെടുന്നു, റൂഹ് പിടിക്കുന്ന വിഷയത്തിൽ അസ്രായിൽ അലൈഹിസ്സലാം ഇടപെടുന്നു. അങ്ങനെ പല വിഷയത്തിലും മലക്കുകൾ ഇടപെടുന്നു എന്നതിന്റെ അർത്ഥം. അതുപോലെ ഏതെങ്കിലും ഒരു മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വാക്കിൽ അതാ അമ്പിയാക്കൾ നിയന്ത്രിക്കുന്നു എന്നോ ഔലിയാക്കൾ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇമാം റാസി തങ്ങൾ പറഞ്ഞതുപോലെ ചില വിഷയങ്ങളിൽ അവർക്ക് ഇടപെടലുകൾ ഉണ്ട് എന്നാ. അതും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അവൻ കഴിവ് കൊടുത്തിട്ട് അവൻ തോന്നിപ്പിക്കുന്നതനുസരിച്ച് സ്വന്തത്തിലല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചില്ലേ, മാഷാ അല്ലാഹു കാന മാലം യസ്ലം യകുൻ, അല്ലാഹുദ്ദേശം ഉണ്ടാവും, അല്ലാത്തൊന്നും ഉണ്ടാവില്ല. മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വസൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്. ഇമാം ഗസാലി തങ്ങൾ ഖവായിദുൽ ഖായിദിൽ പറയാൻ എന്നിട്ട് അവസാനം മഹാനവറുകൾ പറഞ്ഞു, ലവിജ്തമഅൽ ഇൻസു വൽ ജിന്നു വൽ മലായികതു വശയാതീനു അലാ അൻ യുഹരികൂ ഫിൽ ആലമി ദററതൻ ഔ യുസക്കിനുഹാ ബിദൂനി ഇറാദത്തില്ലാഹി തആല വമശിയതിഹി ലഅജസു അൻ ദാലിക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോ എല്ലാ അമ്പിയാക്കളും അതിൽ പെട്ടില്ലേ? അമ്പിയാക്കൾ മനുഷ്യരാണല്ലോ, സാധാരണ മനുഷ്യരല്ലാന്നല്ലേ ഉള്ളൂ. സാധാരണ മനുഷ്യരാതെ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമെ കാണാൻ കഴിയും, സാധാരണ മനുഷ്യർ ജിബ്രീൽ അലൈഹിസ്സലാമെ കാണാൻ കഴിയും. അമ്പിയാക്കൾ മനുഷ്യരാണ്, പക്ഷെ സാധാരണ മനുഷ്യരല്ല. എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ ഖുതുബുകളും എല്ലാ ഗവൺമെന്റും എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ പട്ടാളക്കാരും എല്ലാ പോലീസുകാരും എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടി, വൽ ജിന്നു എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടി.
മുജാഹിദീങ്ങൾ വിളിക്കുന്ന ജിന്നുണ്ടല്ലോ, അതായിക്കോട്ടെ. എല്ലാ ജിന്നുകളും ഒരുമിച്ചുകൂടി, വൽ മലായിക എല്ലാ മലക്കുകളും ഒരുമിച്ചുകൂടി, വശയാത്തീൻ ഇവരെ എല്ലാം പേഴ്പ്പിക്കുന്ന ഇബ്ലീസ് അടക്കമുള്ള എല്ലാ ശൈത്താന്മാരും ഒരുമിച്ചുകൂടി. എന്തിന്? അലാ യുഹരികൂ ഫിൽ ആലമി ദറതൻ, പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ, ഔ യുസക്കിനൂഹാ അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. എങ്ങനെയാ ഒരുമിച്ച് കൂടിയത്? ബിദൂനി ഇറാദത്തില്ലാഹി തആല വമശീഅതിഹി, അല്ലാഹു തആല അങ്ങനെ അതിനെ ചലിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹ് ചലിപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു അണുവിനെ ചലിപ്പിക്കാൻ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും കുത്തുബുകളും ഗവൺമെന്റും പട്ടാളവും ലോകത്തുള്ള എല്ലാ മനുഷ്യരും മലക്കുകളും ജിന്നുകളും ശൈത്താന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു അണുവിനെ ചലിപ്പിക്കാൻ നോക്കിയാൽ ലഅജസു അൻ ദാലിക, അതിന് അവരെ കൊണ്ട് കഴിയൂല. എല്ലാവരും ഒരുമിച്ച് കൂടിയാലും കഴിയൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല. അല്ലാഹ് കഴിവ് കൊടുക്കാതെ ആർക്കും ഒരു കഴിവും ഇല്ല. ഇതാണ് ഞാൻ നേരത്തെ ഉബർഖാദിയിലെ പദ്യം പറഞ്ഞില്ലേ, അതേ ബിൽ ഹഖി മഅബൂദുൻ ലനാ മിൻഹുൻ നസ്ർ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനുള്ളത്, അവനിൽ നിന്ന് മാത്രമാണ് സഹായമുള്ളത്. ഏത് നബി മുഖേനയോ വലിയ മുഖേനയോ ഗവൺമെന്റ് മുഖേനയോ ഉദ്യോഗസ്ഥൻ മുഖേനയോ പണക്കാരൻ മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ ഡോക്ടർ മുഖേനയോ എഞ്ചിനീയർ മുഖേനയോ കലക്ടർ മുഖേനയോ ആര് മുഖേന എന്ത് സഹായം കിട്ടിയാലും, മലക്കുകൾ മുഖേന കിട്ടിയാലും എല്ലാം മിൻഹുൻ നസ്ർ, സഹായം അല്ലാഹുവിൻ്റെതാണ്, അവനിൽ നിന്ന് കിട്ടുന്ന സഹായമാണ്. അതേപോലെ അല്ലാഹ് മാത്രമാണ് മറ്റൊരാളിലേക്ക് ആശ്രയമില്ലാത്തവൻ. അല്ലാഹുവിനാരിലേക്കും ആശ്രയമില്ല, അവൻ സ്വയം ഐശ്വര്യമുള്ളവനാണ്. കുല്ലും മുഫ്തഖിർ, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ഏതെങ്കിലും വ്യാജ തരീഖത്തുകാരൻ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പെട്ടുപോകരുത് കേട്ടോ. വ്യാജ തരീഖത്തുകാരനോട് സുന്നത്തി ജമാഅത്തിന്റെ ആശയം ഇമാമിയങ്ങൾ വിശദീകരിച്ച് പറയുമ്പോ അവന് ചൂടാകുകയാണ്. അവൻ രാവിലെ പോരുമ്പോ രാത്രി പോച്ച പുതപ്പുണ്ടാവും, അതും എടുത്ത് ചുമലിട്ടിട്ട് വരികയാണ്. എന്നിട്ട് ആലിമീങ്ങളെ ചീത്ത പറയാൻ. കാരണം അവന് ഇമാമിയങ്ങൾ പറഞ്ഞു ഒന്നും പറയാൻ പറ്റൂല. അവൻ എന്ത് വേണം? ലോകൊട്ടാകെ ഈ ശൈത്താൻ നടത്തുന്നതെന്ന് പറയണം. അതിന് മുസ്ലിമീങ്ങളെ കിട്ടൂല. മുസ്ലിമീങ്ങളെ വിശ്വാസം വേണമെങ്കിൽ തുറന്നു പറയുന്ന പണ്ഡിതന്മാരെ പറ്റി പറയൂ, അയാളിപ്പം മാറിയിട്ടുണ്ട്, അയാളിപ്പം മുജാഹിദാണ്, അയാളിപ്പം മാറിയിട്ടുണ്ട്, അയാളിപ്പം മുജാഹിദാണ്. എവിടെ ചങ്ങാതി 1ാം ക്ലാസ് ഒന്ന് പഠിച്ചല്ലേ, അല്ലാഹുവിൽ നിന്നാണ്. അവനെ മാറല, അതിൽ തന്നെ പിടിച്ചു നിൽക്കലേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാം റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനോട് താണുകയാണ് പറയുക. പടച്ച റബ്ബേ, ഞങ്ങളെ ഹിദായത്തിൽ നിലനിർത്തണേ അല്ലാ, ഈമാൻ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഒരു മോമിനെയും നീ പഴപ്പിക്കല്ല അല്ലാ. എല്ലാവർക്കും നീ ഹിദായത്ത് നിലനിർത്തി തരണേ അല്ലാ.